വീണ്ടും ഒരു മിടുക്കൻ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. മിടുക്കന് ഒരു പേരുണ്ട്, ആ പേരിന് കുറച്ച് പ്രത്യേകതയുണ്ട്. അവൻ തന്നെ പറയും. എന്താ പേര്? എന്റെ പേര് ചിത്രാഞ്ജ് കെ ഇന്ദ്രൻ എന്നാണ്. അപ്പൊ എവിടെയാ? കേട്ടില്ല. ചിത്രാഞ്ജ് കെ ഇന്ദ്രൻ. ചിത്രാഞ്ജ്. എന്താ വിളിക്കുക? മൈ ഗോഡ്, അതിനെന്തെങ്കിലും മീനിങ് ഉണ്ടോ? അങ്ങനെ മീനിങ് അറിയില്ല, കറക്റ്റ് അറിയില്ല. ചിത്രാഞ്ജ്, നമ്മൾ ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ, ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് ചിത്രാഞ്ജ് എന്ന് പറയുമ്പോൾ ചിത്രം കൊണ്ട് അഞ്ജനം എന്നാണോ, അഞ്ജനം കൊണ്ടുള്ള ചിത്രം എന്നാണോ അല്ലേ, അങ്ങനെ എന്തൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. എന്തായാലും നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള പേരാണ്. മറക്കില്ല. ആ ഒരൊറ്റ ആൾക്ക് ആ പേരുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ മറക്കില്ല. ഹൈസ്കൂൾ ബോയ്സ് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 8ാം ക്ലാസ്സിൽ ഫസ്റ്റ് ടൈം വന്ന് സ്റ്റേറ്റ് ലെവൽ വരെ എത്തി. ഞാൻ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ ചേട്ടൻ്റെ കൂടെ, ചേട്ടൻ 2 പ്രാവശ്യം സ്റ്റേറ്റിൽ എ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ്റെ കൂടെ ഒരുപാട് വന്നിട്ടുണ്ട്. അതാ കണ്ട് അനിയനും ആ ഒരു പാത അങ്ങോട്ട് പിന്തുടരാണ് അല്ലേ? സ്ഥലം എവിടെയാണ്? സ്കൂൾ ഏതാണ്? ഞങ്ങള് ഞാൻ വയനാടിനെ പ്രതിനിധീകരിച്ചാണ് ഇവിടേക്ക് വരുന്നത്. പക്ഷെ ഞങ്ങളെ ശരിക്കും സ്ഥലം തൃശ്ശൂർ തന്നെയാണ്. നീ തൃശ്ശൂർക്കാരനാണ്. എന്നിട്ട് എന്ത് പണിയാണ് നീ കാണിച്ചേ? ഈ വയനാട് പോയിട്ട് മത്സരിക്കാണ് അല്ലേ? അത് ശരിയാണോ? അത് നമുക്ക് ഇപ്പോഴത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത പ്രാവശ്യം തൃശ്ശൂർ വന്നിട്ട് മത്സരിച്ചാൽ അത് വേണമെങ്കിൽ പാരന്റ്സിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ പോയതായിരിക്കും. ഓക്കെ, പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ തൃശ്ശൂർക്കാരനാ, നമുക്ക് ഉറച്ച് പറയാം. അതെ. തൃശ്ശൂർ എവിടെ സ്ഥലം? തൃശ്ശൂർ ചാലക്കുടിന്റെ അടുത്ത് നന്ദിക്കര. നന്ദിക്കര. ഓക്കെ. നമ്മുടെ ഹൈവേ കടന്നു പോകുന്ന നന്ദിക്കരയിലാണ്. ഓക്കെ. അപ്പം അവതരിപ്പിച്ച ഐറ്റം നമുക്ക് ചെറുതായിട്ടൊന്ന് കാണിക്കാം. ഒരു മോണോ ആക്ട് ആണ് ചെയ്യാൻ പോകുന്നത്. ഓരോ തവണയും കാൽവെള്ളയിലെ ഈ മുറിവ് കാണുമ്പോ എന്റെ മനസ്സ് പുന്നപ്രയിലേക്ക് മാർച്ച് ചെയ്യും. എന്റെ ചങ്ക് ഒരു മുഷ്ടിയായി ചുരുട്ടി ഇൻകുലാബ് വിളിക്കും. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. പിന്നെ തമ്പ്രാക്കന്മാരോട് ഞങ്ങളുടെ അധ്വാനത്തിന് വില തന്നില്ലെങ്കിൽ നിങ്ങളുടെ പാടമായ പാടത്തൊക്കെ ഞങ്ങൾ മുട്ടിപ്പുല്ല് മുളപ്പിക്കും. ഇത് പറയുന്നത് പ്രശ്ന നമ്പർ 5987 അച്യുതൻ VS അച്യുതാനന്ദൻ. നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം. അതെ, കാരണം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. പല വികാരങ്ങൾ കൊണ്ടുവന്ന, പല ഭാവങ്ങൾ കൊണ്ടുവന്ന കർഷക സമരത്തിന്റെ ആവേശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയായിരുന്നു. ആ ഒരു എന്താ പറയാ, കർഷക തൊഴിലാളികൾ ഓർത്തുപോയി. തീർച്ചയായിട്ടും വളരെ നന്നായിരുന്നു കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ. എ ഗ്രേഡ് ഉണ്ട്. നല്ലൊരു കൈയ്യടി കൊടുക്കാമോ? 8ാം ക്ലാസ്സുകാരൻ മോണോ ആക്ടിൽ വന്ന് സ്റ്റേറ്റ് ലെവലിൽ എ ഗ്രേഡ് നേടിയിരിക്കുകയാണ്. 10 വരെയുള്ളവരുടെ കൂടെ മത്സരിച്ച് എ ഗ്രേഡ് വാങ്ങിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവിധ അഭിനന്ദനങ്ങളും കേട്ടോ. നമുക്ക് ചെറിയൊരു ഉപഹാരം നൽകാം. യെസ്, ഡോക്ടർ റാണി മേനോൻ മാത്സ് വിഷൻ നൽകുന്ന ചെറിയൊരു ഉപഹാരം. ഓക്കെ, വീണ്ടും എ ഗ്രേഡ് വാങ്ങാം. എന്തായാലും ഒരിക്കൽ കൂടെ കൺഗ്രാറ്റുലേഷൻ.